പൊക്കത്തൂടി പോകണമായിരുന്നു, മഴയൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾക്ക് ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവിടെ ഇറങ്ങി അതൊക്കെ ആസ്വദിച്ചിട്ട് പോയില്ലെങ്കിൽ യാത്രയിലൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ കിലോമീറ്ററൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇപ്പോൾ 4 ദിവസം 5 ദിവസത്തിൽ കാഠ്മണ്ഡു എത്തിയാലും മതി നമുക്ക്. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിയാന്ന് പറഞ്ഞാൽ സിന്ധുലിലെ കൊർക്കൊറെ എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇന്നലെ പെട്ടെന്ന് ഇരുട്ടായിരുന്നു, മഴയൊക്കെ പെയ്തിട്ട് നമ്മൾ വൈകുന്നേരമാണ് സൈക്കിൾ ഔട്ടിയത്. അപ്പോൾ പെട്ടെന്ന് ഇരുട്ടായപ്പോഴേക്കും നമ്മൾ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ പുറകയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടൽ പണിയാണ്. അപ്പോൾ ഇവിടെ 2 ബായ്സാറിനെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. വന്ന വഴിക്ക് നമ്മൾ ചോദിച്ചായിരുന്നു ആ സ്പേസിൽ ടെൻ്റ് അടിച്ചോട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ടെൻ്റ് അടിക്കേണ്ടി വന്നില്ല, അകത്ത് കിടക്കാനുള്ള ഒരു ഷീറ്റൊക്കെ വിരിച്ച സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയാണ് കിടന്നു തുടങ്ങി. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തായിരുന്നു ഇവർ നിൽക്കേണ്ടത്. നമ്മൾ എത്തിപ്പെട്ട സ്ഥലവും ഇന്നലെ വളരെ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊന്നും കൂടി ആ ബായ് സാബിനൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ബായ് സാബിൻ്റെ പേര് സന്തോഷ് എന്നായിരുന്നു. ഓ സന്തോഷ് ബായ്. ഓ അച്ചായേ ഇതർ. ഓ അടുത്തൊരു ബായ് സാബുണ്ട്. ബായ് സാബ് ഞാൻ സൂസൻ എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവരോടൊപ്പം ഇരുന്ന് കമ്പനി അടിച്ച് അതുപോലെ തന്നെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇവർ നമ്മളോട് പറഞ്ഞായിരുന്നു ഇന്നിപ്പോൾ അങ്ങോട്ട് ഇന്നലെ വൈകിട്ട് എത്തിയപ്പോൾ തന്നെ അങ്ങോട്ട് പോയെച്ചെങ്കിലും പണിയാണ്. കാരണം ഒറ്റയടിക്ക് കയറ്റം തുടങ്ങണതാണ്. സിന്ധുലി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് നല്ല കയറ്റം തുടങ്ങണം. അപ്പോൾ വലിയ 2 കയറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളത്. അത് കയറി കിട്ടിയാൽ വലിയ പണിയില്ല, ബാക്കിയെല്ലാം ചെറിയ ചെറിയ കയറ്റം ഇറക്കമൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഒരു വലിയ 2 കയറ്റം കയറാൻ എങ്ങനെ വന്നാലും സൈക്കിൾ ഉന്തിയിട്ടൊരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ പിടിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇറങ്ങി നേരെ ആ കയറ്റം കയറി ഇന്ന് മേളിലെത്തിപ്പെടണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ടെമ്പിളുണ്ട്, അപ്പോൾ ആ ടെമ്പിളിൽ തന്നെ നിൽക്കാം. അപ്പോൾ തിരുവോണമായിട്ട് നമ്മൾ എത്തിപ്പെട്ട സ്ഥലമൊക്കെ കൊള്ളാട്ടോ. നമ്മൾ ഇന്നലെ 1-ാം ഓണത്തിനാണ് വൈകുന്നേരമാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് നമ്മളിപ്പോൾ ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കണത്. അപ്പോൾ ഇവിടുത്തെ ബായ് സാബ് പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഒരുമിച്ച് കുക്ക് ചെയ്തൊക്കെ ആയിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സീനറി കണ്ടിട്ടാണ് നമ്മൾ ഓണത്തിൻ്റെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ രാവിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ കാണിച്ചു തരാട്ടാ. നമ്മൾ വിറകടുപ്പിലാണ്. വിറകടുപ്പിൽ ഇപ്പോൾ കുക്ക് ചെയ്തിട്ട് ചോറ് ആ കലത്തിൽ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകണം. കറി ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ നിന്ന് ഓണത്തിന് ഭക്ഷണം കഴിച്ചിട്ട് ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണാശംസകൾ. നമ്മൾ ഓണത്തിന് നല്ല സന്തോഷത്തോടെ തന്നെയാണ് ഉണ്ടാകും. നമ്മൾ അടിപൊളി സ്ഥലത്ത് തന്നെയാണ് എത്തിയത്. ഈ വ്യൂ കണ്ട, ചുറ്റിനും മലയാണ് ഇങ്ങനെ. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ സിന്ധുലിയിലെ റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കണതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴിയാണ്ട, കാടും മലയുമാണ്. അതുപോലെ തന്നെ താഴെ ഇപ്പോൾ ഒരു റിവറൊക്കെ ഒഴുകി വന്നുണ്ട്. അപ്പോൾ ഈ താഴെ കൂടി ഒഴുകി വന്ന റിവറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഗുനാക്കോള എന്നാണ്. ഗുനാക്കോള എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ ഒരു റിവറാണ്. അപ്പോൾ ഈ റിവർ ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകിപ്പോയിട്ട് താഴെ ഒരു സ്ഥലത്തുനിന്ന് ആ 2 മലേൻ്റെ ഗ്യാപ്പിൽ കൂടി അടുത്തൊരു റിവറും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 റിവറും കൂടി ചേർന്നിട്ട് അങ്ങോട്ടേക്ക് ഒഴുകിപ്പോണ ആ ഭാഗത്തെ റിവറിൻ്റെ പേരാണ് കട്ട്ലെ എന്നുള്ള റിവറാണ്. അപ്പോൾ എന്തായാലും വളരെ നല്ല രസമുണ്ട് കേട്ടോ ഈ വഴി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. കയറ്റവും ഇറക്കമൊക്കെയാണ് കുറച്ച് കഴിയാൻ നേരത്തെ. ഇനിയിപ്പോൾ നമ്മൾ ആ വലിയ മല കയറണം. ആ വലിയ മല കയറിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അടുത്ത 2 കയറ്റം ഭയങ്കര പണിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് കഴിഞ്ഞാൽ ചെറിയ കയറ്റങ്ങളാണ്. അത് നമ്മൾ വലിയ ടയേർഡാവില്ല. അപ്പോൾ നമുക്ക് പരമാവധി വലിയ കയറ്റത്തിലാണ് നമുക്ക് പണി കിട്ടണം. അപ്പോൾ എത്ര നേരം പിടിക്കുമെന്ന് അറിയില്ല വലിയ കയറ്റം കയറി തീരാൻ വേണ്ടിയിട്ട്. അത് കാരണം അവിടെ കടകളൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് പോകാൻ നേരത്തെ ആ കയറ്റം കയറി ഇറങ്ങണവരെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബ്രെഡ് ഉണ്ടാക്കണ സ്ഥലം കണ്ടായിരുന്നു ഒരു വീട്ടിൽ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ സ്വീറ്റ് ബണ്ണാണിത്. സ്വീറ്റ് ബണ്ണ് 6 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റ് നേപ്പാളി മണി 80 രൂപയാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 50 രൂപ 60 രൂപേൻ്റെ ഇടയിൽ വരുള്ളൂ. അപ്പോൾ ഇതൊരു പാക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പാക്കറ്റ് ബിസ്ക്കറ്റും കയ്യിലുണ്ട്. അപ്പോൾ എമർജൻസി ആയിട്ടുള്ള അപ്പോൾ ഫുഡൊക്കെ ഉണ്ട്. ഇന്ന് ഒന്നും എത്തിപ്പെട്ടില്ലെങ്കിലും മലയിലൊക്കെ തന്നെയാണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒക്കെ ഉണ്ട്. പിന്നെ ചെറുതായിട്ട് കുക്ക് ചെയ്യാനായിട്ടുള്ള പ്ലാനും ഉണ്ട്. മഴ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിവിടെ കയറിയിട്ട് മഴയാണ്. നമ്മളിപ്പോൾ വിചാരിക്കണ പോലെ അല്ല ക്ലൈമറ്റ്. പെട്ടെന്ന് മഴ വരും, മഴ പോവും. അപ്പോൾ അതേ മഴക്കാറ് വന്നിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്യണതിന് മുമ്പ് നമുക്ക് പോവാം. ഇന്നലെ നമ്മൾ പാക്ക് ചെയ്യാണ്ട് ഇറങ്ങിക്കൊണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് മഴ വന്നപ്പോൾ പണി കിട്ടിയായിരുന്നു. ഇന്ന് നമ്മൾ ഫുള്ള് പാക്ക് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കണത്.
അപ്പോൾ പെട്ടെന്നെങ്ങാലും മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊക്കത്തിരിക്കണം ആ 2 ഡ്രസ്സ് മാത്രം എടുത്ത് ആ ഷീറ്റിൻ്റെ അടിയിൽ വെക്കുക. ഫ്രണ്ടിലെ ബാഗും കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മഴയൊന്നും കുഴപ്പമൊന്നുമില്ല. മഴയത്ത് പയ്യെ നോക്കി ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഇപ്പോൾ ഈ റിവറിൻ്റെ സൈഡിൽ കൂടിയൊക്കെ പോയി പോകാൻ നേരത്ത് വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാറ്റ് നല്ലോണം അടിക്കാനുണ്ട്. അപ്പോൾ ബാലൻസ് തെറ്റിക്കഴിഞ്ഞാലും പണിയാണ്. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ. ഇതിപ്പോൾ കയറി തുടങ്ങിയുള്ളൂ. ഇതിപ്പോൾ ചെറിയ കയറ്റം മാത്രമാണ്. ഇനിയിപ്പോൾ പർവ്വതങ്ങളിലേക്ക് നമ്മൾ പോകാൻ പോകണേണ്. അത് നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് കണ്ട അടുത്തൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പൊക്കത്തോട്ട് തട്ടുകെട്ടായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ നെൽകൃഷിയാണ്. നെൽകൃഷി ചെയ്യണ രീതിയാണ്. ഇപ്പോൾ മലഞ്ചെരിവിലുള്ള ആൾക്കാരുകളെല്ലാം ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ തട്ടുകെട്ടായിട്ട് നെൽകൃഷി ചെയ്യണ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിത്തിങ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്നത് മൊത്തം നെൽപ്പാടങ്ങളാണ്. അതുപോലെ തന്നെ അതിൻ്റെ പൊക്കത്തൊരു വീട്, പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഈ റോഡിലൂടെ വന്നിട്ടിരിക്കാൻ നേരത്തുണ്ടല്ലോ, ഇവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു പാലം, അതായത് റിവർ ക്രോസ് ചെയ്യാനായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ചെറിയൊരു പാലം ഉണ്ടായിരുന്നു. ചെറുതല്ല കേട്ടോ, നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ ചെറുതായിട്ട് വന്നിട്ട് നമ്മൾ അടുത്തെത്തിയപ്പോഴേക്കാണ് നല്ല വലിയ പാലമാണ്. അപ്പോൾ നമുക്കൊന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ആ പാലത്തിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടൂസിനെ നമ്മളിവിടെ ആ റോഡിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും താഴത്തോട്ട് ഇറങ്ങിയിട്ട് വേണം ആ പാലം കയറി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ സ്ഥലത്തെത്തും. അതുപോലെ തന്നെ താഴത്തെ റിവറാണ് ഒഴുകണത്. ഇവിടെ ശ്രദ്ധിച്ചിറങ്ങണം, നല്ല കുത്തനെയുള്ള ഇറക്കം ഉണ്ടോ. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തെന്നി വീണ് കഴിഞ്ഞാൽ ഇവിടെ പൊക്കാൻ പോലും ആരും ഇല്ല. ഫോണുമായിട്ട് നമ്മൾ കാടും മലയൊക്കെ കയറി ഇങ്ങനെ നടക്കണേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ എത്താതെ വീഴും. നമ്മൾ താഴെ ഇറങ്ങി എത്തിയപ്പോഴേക്കും കണ്ടോ. അതുപോലെ തന്നെ ഈ വഴി താഴത്തേക്ക് പോയിട്ട് നമുക്ക് റിവറിൽ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് ഈ വഴി പോവാം. ഇത് മൊത്തം ഇരുമ്പാണ് കേട്ടോ, ഇരുമ്പും കൊണ്ട് പണിതേക്കണം പാലമാണ്. അതുപോലെ തന്നെ നമ്മൾ നടക്കുമ്പോൾ ആടനൊക്കെ ഉണ്ട്, നല്ല രസം. നമ്മളപ്പോൾ പൊക്കത്തൂടി പോകണമായിരുന്നു, മഴയൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾക്ക് ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവിടെ ഇറങ്ങി അതൊക്കെ ആസ്വദിച്ചിട്ട് പോയില്ലെങ്കിൽ യാത്രയിലൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ കിലോമീറ്ററൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇപ്പോൾ 4 ദിവസം 5 ദിവസത്തിൽ കാഠ്മണ്ഡു എത്തിയാലും മതി നമുക്ക്. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് താഴത്ത് നോക്കി ഓടാൻ നേരത്തുണ്ടല്ലോ, നല്ല രസം. അങ്ങനെ നമ്മളിപ്പുറത്തെത്തിനെത്തി വീണ്ടും തിരിച്ച് നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ട് ഈ പാലം കയറി അപ്പുറത്തേക്ക് പോകണം. അങ്ങനെ ഇപ്പോൾ മഴയൊക്കെ മാറി നമ്മൾ വന്ന് സിന്ധുലി എന്ന് പറഞ്ഞ സ്ഥലത്തെ ടൗൺ ഏരിയ എത്തിയിട്ടുണ്ട്. അപ്പോൾ സിന്ധുലി എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ അവിടെ സിന്ധുലിയിലെ മെയിനായിട്ടുള്ള ടൗൺ ഏരിയയിലേക്കാണ് നമ്മൾ വന്നത്. നല്ല രസമുണ്ട് കേട്ടോ, കുറേ
വീടുകളെല്ലാമായിട്ട് മലയുടെ ചരിവുകളിൽ നിറയെ വീടുകളെല്ലാം ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇനി നമ്മൾക്ക് അങ്ങോട്ട് പോകാൻ നേരത്ത് കാഠ്മണ്ഡുവിലേക്ക് കയറാനായിട്ടുള്ള മലകളാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ നല്ല വലിപ്പത്തിൽ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ മേളിലെ ഓരോ ചരിവുകളിലും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. വീടുകളും ആൾത്താമസമൊക്കെ ഉള്ള മലകളാണ് നമ്മളിപ്പോൾ നേരെ കാണുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വലിയ വലിയ മലകൾ കയറിയിട്ടാണ് കാഠ്മണ്ഡുവിലേക്ക് എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററും കൂടി കഴിഞ്ഞാൽ പിന്നെ കയറ്റം തുടങ്ങും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ടെന്നാണ് പറഞ്ഞത്. കാരണം ഫുള്ള് ഹെയർ പിന്നുകളാണ്, വണ്ടികൾ കുറേ വന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ പരമാവധി ഇന്ന് കയറാതെ നാളെ രാവിലെ തൊട്ട് കയറാനായിട്ടുള്ളൊരു ഉദ്ദേശമാണ്. കാരണം ഇന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മളെ ഇരുട്ടാകുമ്പോഴേക്കും ഒന്നും എത്തിപ്പെടില്ല. അപ്പോൾ രാവിലെ കയറണമെങ്കിൽ നമുക്ക് വൈകിട്ടുള്ളിൽ എന്തോന്നാലും മല കയറി ഇറങ്ങാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇപ്പോൾ ആ ദൂരെ കാണുന്ന മലനിരകളെല്ലാം നമ്മൾ കയറി ഇറങ്ങി ഇപ്പോൾ വന്ന് നമ്മൾ ആ കാണുന്നതെന്ന് പറഞ്ഞാൽ സിന്ധുലി ടൗൺ ഏരിയ ആണ്. അപ്പോൾ സിന്ധുലി ടൗൺ ഏരിയയിൽ നിന്ന് വീണ്ടും നമ്മളിപ്പോൾ ഒരു ചെറിയ കയറ്റം കയറി വന്നപ്പോഴേക്കും കണ്ട നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. നമുക്ക് പോകാനായിട്ടുള്ള വലിയ വലിയ മലകളാണ് ആ കാണുന്നത്. ആകാശം തൊട്ട് നിൽക്കണ മലകളുടെ പൊക്കത്ത് എത്തിയിട്ട് വേണം വീണ്ടും താഴത്തേക്ക് ഇറങ്ങി വീണ്ടും ഒരു മലയും കൂടി കയറി നേരെ പോകുമ്പോഴാണ് കാഠ്മണ്ഡു എത്തണമെന്നാണ് ഇവിടുത്തെ ആൾക്കാരുകളെല്ലാം പറഞ്ഞത്. അപ്പോൾ ആ മലയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക്കായിട്ട് വരുന്നത്. കുട്ടൂസനെ ഉന്തി കയറ്റണം. പക്ഷെ അത് നമുക്ക് അടിപൊളിയാണ്. ആൾക്കാർ പറയണത് ഭയങ്കര ടാസ്ക്കാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് അത് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ കുട്ടൂസനായിട്ട് മേളിലെത്താൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ള് നെൽപ്പാടങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഓരോ തട്ടായിട്ടാണ്. ഇപ്പോൾ താഴത്തുനിന്ന് തുടങ്ങി ഓരോ ലെയർ തട്ടായിട്ടാണ് ഇത് വന്നേക്കണത്. അപ്പോൾ നമ്മൾ നിൽക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഒന്ന് കുറച്ച് നേരം നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയതാണ്. ഈ കാണാണ്ടോ ഇവിടെ ഇങ്ങനെ തട്ടായിട്ട് അങ്ങോട്ടേക്ക് ഫുള്ള് നെൽപ്പാടങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾക്കിനി പോകാനായിട്ടുള്ള മലകളാണ് ആ കാണുന്നത്. അപ്പോൾ വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല രസമുണ്ട്. നമുക്കിപ്പോഴേ ഒരാകാംക്ഷ തോന്നിക്കൊണ്ടിരിക്കണതാണ് ആ മല കയറാൻ വേണ്ടിയിട്ട് തന്നെ. പക്ഷെ ഇന്ന് നമ്മളെന്തായാലും കയറില്ല. ഇന്ന് കുറച്ചും കൂടി പോയിട്ട് ഇന്ന് റെസ്റ്റ് എടുക്കണം. കാരണം ഇന്ന് കയറി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്നും നിൽക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊന്നും കിട്ടൂല. എന്തായാലും നമ്മൾ പരമാവധി പോയി നോക്കുക. എന്നിട്ട് നല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ മലമ്പ്രദേശമാണെങ്കിലും ആൾത്താമസമൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാ മലഞ്ചരിവുകളിലും വീടുകളും ആൾക്കാരുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല, ഒറ്റപ്പെടയൊന്നുമില്ല. മേളിലോട്ട് കയറുമ്പോൾ ചിലപ്പോൾ റോഡ് സൈഡിൽ കടകളൊക്കെ കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ തന്നെ താഴത്തോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ ഗ്രാമങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 5 മണിയൊക്കെ ആയിട്ടുണ്ട്. 5 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ വഴിയാണ്ടേക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് വലിയ വലിയ മലകൾ കയറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴി പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിലെ ബായ് സാബ് നമ്മളെ വിളിച്ചായിരുന്നു. പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മലയാളി, എറണാകുളത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മളെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചാണ്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. അപ്പോൾ ആ ചേട്ടൻ നമ്മളെ വിളിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മൾ അധികം വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ നിർബന്ധിച്ചപ്പോഴേക്കും ഞാൻ എന്നാൽ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ റൊട്ടിയും അതുപോലെ തന്നെ ഓക്കെ ആ സബ്ജി आलू आलू एंड इसका नेपाली में क्या बोलते हैं सब्जी का? परवल बोलते हैं. परवल. അപ്പോൾ പൊർബോലും റൊട്ടിയും അതുപോലെ തന്നെ ദഹി ഉണ്ട്, അതായത് തൈര്. അപ്പോൾ ഇതാണ് ആ ഭായ് സാബ് का नाम? मेरा नाम है निर्मल गुरुम. ओ तुम्हारा फ्रेंड का नाम क्या? इमाल മണിക്കുട്ടൻ. इमाल മണിക്കുട്ടൻ എന്ന് പറയണത് കേരള എറണാകുളം. അപ്പോൾ എറണാകുളത്ത് തന്നെയുള്ളതാണ്, നമ്മുടെ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ആ ചേട്ടൻ ഈ വീഡിയോ കാണണമെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ ഓ താങ്ക് യു. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു വൈസാവ് ഉണ്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ ഈ വൈസാവ് നല്ല കമ്പനിയായിരുന്നു. आपका नाम? मेरा नाम ഭുവൻ ശ്രേഷ്. അപ്പോൾ നമ്മൾ സിന്ധുലിയിലാണ്. സിന്ധുലിയിൽ ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോണ സീനറി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കാണിച്ചു തരാം. ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറകിലേക്ക് നോക്കാൻ നേരത്ത് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വലിയ വലിയ മലനിരകളാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അതോടൊപ്പം തന്നെ താഴെ കാണുന്നുണ്ട് ഓരോ ഘട്ടമായിട്ട് ലെവലായിട്ട്
നെൽകൃഷിയുണ്ട്, നെൽപ്പാടങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നല്ല മഴയും വന്നിട്ടാവും. നമ്മളിവിടെ കയറി കഴിഞ്ഞപ്പോൾ നല്ല മഴ വന്ന്. പിന്നെ എന്തായാലും മഴ മാറിയിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് എന്തായാലും സ്റ്റേ എടുക്കണം. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 6 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബായ് സാബിനോട് സംസാരിച്ചിട്ടിരിക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു ഉദ്ദേശത്തിലാണ് നിന്ന് വെച്ചത്. അപ്പോൾ നല്ല മഴയൊക്കെ കിട്ടി. അപ്പോൾ ഇവിടുത്തെ ബായ് സാബ് നമ്മളോട് പറഞ്ഞു ഇന്ന് ഇവിടെ തന്നെ നിന്നോളാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ 24 hour വർക്ക് ചെയ്യണ ഒരു റെസ്റ്റോറൻ്റാണ്. എന്നാലും നമ്മളോട് പറഞ്ഞത് അകത്ത് എവിടെയെന്ന് വെച്ചാൽ നിനക്ക് പറ്റിയ സ്ഥലത്ത് നിന്നോ. പുള്ളിക്കാരൻ പോകും, പുള്ളിക്കാരൻ്റെ സ്റ്റാഫെല്ലാം ഇവിടെ ഉണ്ടാവും, ഒരു പ്രശ്നവുമില്ല. നല്ല ഒരു അങ്ങനെ ഇന്നും നമ്മൾ എത്തിപ്പെട്ട അടിപൊളി സ്ഥലത്ത് തന്നെയാണ്. അതുപോലെ തന്നെ പരിചയപ്പെട്ട ആളാണെങ്കിൽ നമ്മൾ ഈ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റിയതാണ്ടാ. എന്നിട്ട് കുറച്ച് നേരം സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്ന് അത് കഴിഞ്ഞ് എനിക്ക് ഭക്ഷണം തന്ന്. അപ്പോൾ നല്ല മഴ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരനായിട്ട് തന്നെ പറഞ്ഞത് ഇന്ന് അങ്ങോട്ടേക്ക് പോകേണ്ട, കാരണം ഇനിയിപ്പോൾ നല്ല കയറ്റം തുടങ്ങണേ. നാളെ മുതൽ നമ്മൾ കയറാൻ പോണ മൗണ്ടനാണ് ആ കാണുന്നതെല്ലാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ ഈ സീനറി. നമ്മൾ ഇന്ന് മൊത്തത്തിൽ ഇവിടെ നിൽക്കാൻ നേരത്ത് ഈ സീനറിയും കണ്ടിട്ടായിരിക്കും ക്യാമ്പ് ചെയ്യണം. അതുപോലെ തന്നെ നാളെ രാവിലെ ആണെങ്കിൽ ഇവിടെ കാണാനായിട്ടൊക്കെ നല്ല രസമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് ഇനി നാളെ ആയിരിക്കും ഇവിടെ നിന്ന് യാത്ര തിരിക്കണത്. അപ്പോൾ കുട്ടൂസൻ്റെ ഇവിടെ വന്നപ്പോൾ തൊട്ട് മഴയത്താണ്. ഇനി കുട്ടൂസനെ പയ്യെ മഴയത്തൊന്നൊന്ന് മാറ്റി വെക്കണം. അതുപോലെ തന്നെ ചെറുതായിട്ട് ലഗേജൊക്കെ ഒന്ന് അഴിക്കണം. കാരണം നമ്മൾ സ്ലീപ്പിംഗ് ബാഗ് എടുത്താലേ നമുക്ക് ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം നല്ല തണുപ്പായിട്ടുണ്ട്. ഇപ്പോൾ മഴയെല്ലാം പെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല തണുപ്പാണ്. അപ്പോൾ എൻ്റെ യാത്രകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ അഡ്വഞ്ചറായിട്ടുള്ള യാത്രകൾ തന്നെ ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ കുറേ കാഴ്ചകൾ വരുന്നുണ്ടുള്ള വീഡിയോ ഞാൻ പരമാവധി എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കണമായിരിക്കുള്ളൂ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്ത് നമ്മുടെ യാത്ര തന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളൊക്കെയാണ് എൻ്റെ യാത്രയുടെ പവർ എന്ന് പറഞ്ഞാലും.